ഇന്ന് ആരാധനയെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ആരാധന എന്ന് പറയുമ്പോൾ എല്ലാ ക്രിസ്തീയ വിശ്വാസികൾക്കും അറിയാം, അവര് ആരാധന അവരുടെ ക്രിസ്തീയ വിശ്വാസത്തിന്റെ ഭാഗമാണ് എന്ന് നന്നായി അറിയാം. എങ്കിലും ആരാധനയെക്കുറിച്ച് യഥാർത്ഥമായ ഒരു ഗ്രാഹ്യം പലർക്കുമില്ല. ആരാധന നമ്മൾ ചിന്തിച്ചു വെച്ചിരിക്കുന്നത് തന്നെയാണോ ആരാധന, അതോ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ആരാധന വ്യത്യസ്തമാണോ എന്നുള്ളത് നമ്മൾ വളരെ എളുപ്പത്തിൽ നമ്മളൊന്ന് നോക്കാൻ പോവുകയാണ്. നോക്കുന്നതിന്റെ ഉദ്ദേശം, നമ്മുടെ ആരാധന എപ്പോഴും പവർഫുൾ ആയിരിക്കണം. ആരാധിക്കുക എന്ന് പറയുന്നത് ദൈവം മനുഷ്യന് നൽകിയിരിക്കുന്ന ഒരു വലിയ ഭാഗ്യമാണ്. Worship is a great privilege that God has given to mankind. പിശാചിന് ആരാധിക്കാൻ സാധിക്കത്തില്ല. ആരാധന എന്ന് പറയുന്നത് ഒരു വലിയ ജീവിതത്തിൽ ലഭിക്കുന്ന വലിയൊരു പദവിയാണ്, വലിയൊരു പ്രിവിലേജ് ആണ്. ആ ആരാധന എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ വെരി പവർഫുൾ വെപ്പൺ ഓൾസോ. ഇറ്റ്സ് എ വെരി പവർഫുൾ സ്പിരിച്വൽ വെപ്പൺ ഓൾസോ, ആൻഡ് ഇറ്റ് ഈസ് എ വെരി പവർഫുൾ പ്രിവിലേജ് ഓൾസോ. അതൊരു വലിയ ആനുകൂല്യമാണ് കിട്ടിയത്. അപ്പോൾ തന്നെ അതിനകത്ത് വലിയ ശക്തിയുമുണ്ട്. എങ്കിലും ആരാധനയ്ക്ക് ശക്തി ഉണ്ടാകുന്നത് ദൈവവചനം അനുസരിച്ച് നമ്മുടെ ആരാധന ആകുമ്പോഴാണ് ആരാധനയ്ക്ക് ശക്തി ഉണ്ടാകുന്നത്. അപ്പം ഞാൻ ആരാധനയുടെ ഓരോ കാര്യങ്ങളും ആദ്യം ഒരു ജനറൽ ഡെഫിനിഷൻ അത് എടുത്തിട്ട്, അത് കഴിഞ്ഞ് ആരാധനയെക്കുറിച്ച് വചന അടിസ്ഥാനത്തിൽ എന്താണ് ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ ആരാധനയുടെ ഭാഗങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മളെ സംബന്ധിച്ച് ഒരു ജനറൽ അണ്ടർസ്റ്റാൻഡിങ്, ആരാധന എന്ന് വെച്ചാൽ പാട്ട് പാടുക. പാട്ട് പാടുന്നതാണ് നമ്മളെ സംബന്ധിച്ച് ആരാധന. എന്നാൽ അതല്ല ആരാധന. അപ്പൊ അതല്ല ആരാധനയെങ്കിൽ എന്താണ് യഥാർത്ഥ ആരാധന? പാട്ട് പാടുന്നത് ആരാധനയുടെ ഒരു ഭാഗമാകാം. പാട്ട് എവിടെയാണ് ആരാധനയിൽ ഫിറ്റിനാകുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് നോക്കാം. എന്നാൽ പാട്ട് പാടുന്നതല്ല ആരാധന. അപ്പോൾ ആരാധന എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഡിക്ഷണറിയുടെ മീനിങ്, വർഷിപ്പ് എന്ന വാക്കിന്റെ മീനിങ്, the feeling or expression of reverence and adoration for a deity. അപ്പൊ അവിടെ രണ്ട് വാക്കുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് റെവറൻസ് ഉണ്ട്, അഡോറേഷൻ ഉണ്ട്. സോ വർഷിപ്പിൽ രണ്ട് ഇമ്പോർട്ടൻ്റ് ഭാഗങ്ങള്, ഒരു ഡിക്ഷണറി ഡെഫിനിഷനിൽ തന്നെ രണ്ട് ഭാഗങ്ങളുണ്ട്. ഒന്ന് റെവറൻസ്. റെവറൻസ് എന്ന് പറഞ്ഞാൽ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള മലയാളം വാക്ക് ബഹുമാനം. റെവറൻസ് എന്ന് പറഞ്ഞാൽ ബഹുമാനമാണ്. അപ്പൊ ബഹുമാനവും അഡോറേഷൻ എന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ട് വാക്കുകൾ മലയാളത്തിൽ നമുക്ക് അതിനെ തർജ്ജിമ ചെയ്യാൻ പറ്റുന്നത് വന്ദനം, ഭയഭക്തി, അപ്പോൾ തന്നെ വഴിപാട്. ഈ രണ്ട് മൂന്ന് വാക്കുകളുടെ അർത്ഥമാണ് അഡോറേഷൻ എന്ന വാക്കിന്റെ അർത്ഥം. അപ്പം ബഹുമാനം ആരാധനയുടെ ഭാഗമാണ്. അപ്പോൾ തന്നെ ഭയഭക്തി ആരാധനയുടെ ഭാഗമാണ്. വഴിപാട് ആരാധനയുടെ ഭാഗമാണ്. വന്ദനം ആരാധനയുടെ ഭാഗമാണ്. വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു പാട്ടുണ്ട്, ക്രിസ്തീയ പാട്ട്, വന്ദനം യേശുപര, നിനക്കെന്നും വന്ദനം യേശുപര. അപ്പം ഈ രണ്ട് ഭാഗങ്ങൾ, റെവറൻസും അഡോറേഷനും ഒരുമിച്ച് ചേർന്ന് വരുന്നതാണ് ആരാധനയുടെ മെയിൻ കോമ്പനന്റ്. ബഹുമാനവും വന്ദനവും വഴിപാടും ഭയഭക്തിയും ഇതെല്ലാം കൂടെ ചേർന്ന് വരുന്നതാണ് ആരാധന.
എന്നാൽ നമ്മളിൽ പലരും ചിന്തിക്കുന്ന പാട്ട് പാടുന്നതാണ് ആരാധന എന്നാണ്. അല്ല, ആരാധനയ്ക്ക് വേറെ ഒത്തിരി കാര്യങ്ങൾ അതിനകത്ത് ഭാഗങ്ങളാണ്. അത് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ ആരാധനയ്ക്ക് യഥാർത്ഥ ആരാധനയായി അത് മാറുന്നത്. ഇപ്പൊ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്കതൊന്ന് നോക്കാം. എന്താണ് യഥാർത്ഥ ആരാധന? ഞാന് നോക്കിയപ്പോൾ എബ്രായ വാക്ക് വർഷിപ്പ് എന്നുള്ള വാക്കിന് ഷാഖ അഥവാ ഷാച്ച എന്നുള്ള വാക്കാണ് ഹെബ്രായ പദം വർഷിപ്പിന് ഉപയോഗിച്ചിരിക്കുന്നത്. അത് അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ബൗ ദ ഹെഡ് ബിലോ ദ ഹാർട്ട്, തല ഹൃദയത്തിന്റെ താഴെ ഇങ്ങനെ കുനിക്കുന്നത്. അതാണ് അതിന്റെ യഥാർത്ഥ അർത്ഥം. വർഷിപ്പ് എന്നുള്ള ആ വാക്ക് നമ്മുടെ തല ഹൃദയത്തിന്റെ താഴെ ഇങ്ങനെ കുനിക്കുന്നത്. അപ്പം വർഷിപ്പിനകത്ത് ശരിക്കും പറഞ്ഞാല് പോസ്ചർ അതിന്റെ ഒരു ഇമ്പോർട്ടന്റ് ഭാഗമാണ്. ഒരു പോസ്ചറിൽ തന്നെ നമുക്ക് വർഷിപ്പ് കൺവേ ചെയ്യാൻ സാധിക്കും. തല ഇങ്ങനെ ഹൃദയത്തിന്റെ താഴോട്ട് തല കുനിയ എന്ന് പറയുന്നത് എബ്രായ പദം അനുസരിച്ച് അതാണ് വർഷിപ്പ്. ഒരാളുടെ മുന്നിൽ തല ഇങ്ങനെ ഹൃദയവുമായി കുനിയുമ്പോൾ യു ആർ ആക്ച്വലി വർഷിപ്പിംഗ് ദ പേഴ്സൺ ഇൻ ഫ്രണ്ട്. അപ്പം ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ആരാധന എന്ന് പറയുമ്പോൾ അതിനകത്ത് സ്തുതി അഥവാ പ്രൈസ് എന്നൊരു ഭാഗമുണ്ട്. അപ്പൊ സ്തുതിക്കുക, ദൈവത്തെ സ്തുതിക്കുക എന്ന് പറയുന്നതാണോ ആരാധന എന്ന് ചോദിച്ചാൽ ആരാധനയും സ്തുതിയും സെയിം അല്ല. അതുകൊണ്ടാണ് ചിലയിടത്ത് അവര് പ്രൈസ് ആൻഡ് വർഷിപ്പ് എന്ന് ഇടും. അപ്പം പ്രൈസ് ആൻഡ് വർഷിപ്പ് എന്ന് പറയുന്നതിന് അർത്ഥമുണ്ട്. ബിക്കോസ് വർഷിപ്പിന്റെ ഒരു ഭാഗമാണ് പ്രൈസ്. ആരാധനയുടെ ഒരു ഭാഗമാണ് സ്തുതി. സ്തുതി മാത്രമല്ല ആരാധന. അപ്പൊ ആരാധനയും സ്തുതിയും എങ്ങനെയാണ് വരുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ ഒരു മനോഹരമായ ഒരു ക്യാപ്ഷൻ ഞാൻ കണ്ടെത്തി. അത് നിങ്ങളുമായി അത് പങ്കുവെക്കാൻ ആഗ്രഹിക്കുക. വർഷിപ്പ് ഈസ് എൻ ഇന്റേണൽ എൻഗേജ്മെന്റ് വിത്ത് ഗോഡ് while praise is an external expression of the engagement. വർഷിപ്പ് എന്ന് പറയുന്നത്, ആരാധന എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ യേശുവുമായിട്ടുള്ള പ്രണയ ബന്ധം ആണ് യഥാർത്ഥ വർഷിപ്പ്. ആ പ്രണയ ബന്ധം ഉള്ളിൽ ഉണ്ടാകുമ്പോൾ അതിന്റെ വെളിയിലെ എക്സ്പ്രഷൻ ആണ് സ്തുതിക്കുക, പ്രൈസ് ചെയ്യുക, സ്തുതിച്ച് പാടുക എന്ന് പറയുന്നത്. അതിന്റെ എക്സ്റ്റേണൽ എക്സ്പ്രഷൻ ആണ്. അപ്പൊ വെറും പാട്ട് പാടുകയും സ്തുതിക്കുകയും ചെയ്യുന്നതല്ല ആരാധന. ആരാധന തുടങ്ങുന്നത് എൻ്റെ ഹൃദയത്തിന്റെ അകത്താണ്. ഞാൻ വീണ്ടും പറയാം, വർഷിപ്പ് ഈസ് ആൻ ഇന്റേണൽ എൻഗേജ്മെന്റ് വിത്ത് ഗോഡ്. ഇന്റേണൽ, ഒരു വ്യക്തിയുടെ ഉള്ളിൽ യേശുവുമായിട്ടുള്ള ഒരു പ്രണയ ബന്ധം ഉണ്ടാകുമ്പോൾ ആ വ്യക്തിയുടെ വായിൽ നിന്ന് വരുന്ന പാട്ട് സ്തുതികളായി ഉയരുമ്പോൾ അത് രണ്ടും കൂടെ ചേരുന്നതാണ് ആരാധന. ചുരുക്കി പറഞ്ഞാൽ ആരാധനയിൽ എൻ്റെ ഹൃദയം ലയിക്കാതെ എനിക്ക് ഒരിക്കലും ആരാധിക്കുവാൻ സാധിക്കത്തില്ല. I can never worship God without my heart being involved. So, ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഇന്ന് നോക്കുവാൻ പോവുകയാണ്. ഞാൻ ഇന്ന് അപ്പൻ അനുവദിച്ചാൽ നിങ്ങളുടെ മുന്നിൽ 5 കാര്യങ്ങൾ, ആരാധനയെക്കുറിച്ച് 5 സത്യങ്ങൾ പങ്കുവെക്കുവാൻ പോവുകയാണ്. ഈ 5 കാര്യങ്ങളും നമ്മുടെ ആരാധനയിൽ ഉൾപ്പെടുമ്പോഴാണ് നമ്മുടെ ആരാധന യഥാർത്ഥ ആരാധനയായി തീരുന്നത്. സോ ആദ്യത്തെ കാര്യം, ഒന്നാമത്തെ കാര്യം, worship should be from the heart and it has to be voluntary. ആരാധന എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്നതായിരിക്കണം.
അതാരും ഫോഴ്സ് ചെയ്തിട്ട് വരുന്നതല്ല, അത് സ്വയമേ വരണം. പലപ്പോഴും നമ്മള് ചിന്തിക്കുന്ന ആരാധന എന്ന് പറയുന്നത് ഒരു ഞായറാഴ്ചത്തെ നമ്മുടെ ഒരു സഭയുടെ കൂടിവരവിൽ ഒരു പോർഷനാണ് ആരാധന എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. അല്ലല്ല, ആരാധന നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. ഒരു ക്രിസ്തീയ വിശ്വാസിയെ സംബന്ധിച്ച് വേർഷിപ്പ് ഷുഡ് ബി എ ലൈഫ് സ്റ്റൈൽ ഓഫ് എ ക്രിസ്ത്യൻ ബിലീവർ. ഒരു ക്രിസ്തീയ വിശ്വാസിക്ക് കിട്ടിയ ഏറ്റവും വലിയ പ്രിവിലേജ് ആണ് വർഷിപ്പ്. അത് ആഴ്ചയിൽ ഒരു ദിവസം ആരോ ഒരു കൂട്ടര് കുറെ പാട്ട് പാടും, നമ്മളും പോയി കൂടെ ചേർന്ന് പാടിയാൽ അതല്ല, ദാറ്റ് ഇസ് നോട്ട് ദ ഓൺലി വേർഷിപ്പ്. ആദ്യത്തെ കാര്യം, വേർഷിപ്പ് ഹൃദയത്തിൽ നിന്നുണ്ടാകുന്ന ഒരു ഒരു പ്രണയബന്ധമാണ് ദൈവവുമായി. ആ നന്ദിയുള്ള ഒരു ഹൃദയം ഉള്ളവനാണ് ആക്ച്വലി ആരാധിക്കാൻ സാധിക്കുന്നത്. നോ, ഞാനതിന് ഒരു വാക്യം വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുക. യെശയ്യാവിന്റെ പുസ്തകം അതിന്റെ 29-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം ഇങ്ങനെയാ പറയുന്നത്: ഈ ജനം അടുത്തു വന്ന് വായ് കൊണ്ടും അധരം കൊണ്ടും എന്നെ ബഹുമാനിക്കുന്നു, എങ്കിലും തങ്ങളുടെ ഹൃദയത്തെ അവരെങ്കിൽ നിന്ന് ദൂരത്തെ അകത്തി വെച്ചിരിക്കുന്നു. എന്നോടുള്ള അവരുടെ ഭക്തി മനുഷ്യ കൽപ്പനയത്ര. എന്ന് വെച്ചാൽ ഇവിടെ വചനം വളരെ വ്യക്തമായി പറയുകയാണ്, ആരാധനയിൽ നാവും അധരവും ചലിക്കുന്നതല്ല ആരാധന, ഹൃദയം ലയിക്കുന്നതാണ് ആരാധന. ഹൃദയം ലയിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ നാവും അധരവും ചലിച്ചാൽ അത് ആരാധനയാണ്. പക്ഷെ നാവും അധരവും മാത്രം ചലിക്കുകയും ഹൃദയം വേറെ എവിടെയോ ഇരിക്കുകയും ചെയ്ത, അതാ അപ്പം പറയുന്നത്, അവര് നാവ് കൊണ്ടും അധരം കൊണ്ടും അവരെന്നെ സ്തുതിക്കുക, എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ അവർ പറയുക, പക്ഷെ അവരുടെ ഹൃദയം എന്നിൽ നിന്ന് ദൂരെയായിരിക്കുന്നത്. അപ്പം ആരാധനയുടെ ഒന്നാമത്തെ കാര്യം, ഹൃദയം യേശുവുമായി ലയിക്കണം. നമ്മുടെ ഹൃദയം അപ്പനുമായി ഒറ്റ മനസ്സാകുന്നതാണ്. അവിടുന്നാണ് ആരാധന തുടങ്ങുന്നത്. അതൊരു പ്രണയബന്ധമാണ്. അവിടുന്ന് ആരാധന തുടങ്ങുന്നത്. അതിൽ നിന്ന് ഉത്ഭവിക്കുന്ന പാട്ടുകൾ നമ്മുടെ വായിൽ വരുമ്പോൾ, അധരത്തിൽ വരുമ്പോൾ, വായും അധരവും എല്ലാം ചേർന്ന് ആരാധനയ്ക്ക് ഒരു എക്സ്പ്രഷൻ കൊടുക്കുകയാണ് വെളിയിൽ. പക്ഷെ ആരാധന തുടങ്ങുന്നത് മറക്കരുത്. ദൈവവചനം വളരെ വ്യക്തമായി പറയാ, അപ്പൻ വളരെ വ്യക്തമായി പറയാ, ഹൃദയം അവരുടെ ദൂരെയാ. അവര് ചില മനുഷ്യ കൽപ്പനകളുടെ അടിസ്ഥാനത്തിൽ ആരാധിക്കുന്നത്. ഇന്നും അത് വളരെ ട്രൂവാ. ഇന്നും പല സ്ഥലങ്ങളിലും ആരാധന എന്ന് പറയുന്നത് ഒരു കർമ്മമായി പോയി, ഒരു ചടങ്ങായി പോയി. ഒരു മീറ്റിംഗ് ഉണ്ടെങ്കിൽ അതിന്റെ ഒരു ഭാഗം ആരാധന ഫിറ്റ് ചെയ്യണം. അപ്പൊ കുറച്ചുപേര് പാട്ട് പാടുന്നു, കുറച്ചുപേര് താഴെ ഇരിക്കുന്നു, നോക്കുന്നു, അല്ലെ നിൽക്കുന്നു, അല്ലെ ചിലപ്പോൾ അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു, അല്ലെ ചെയ്യുന്നില്ല. നമ്മൾ അതിനെയാണ് ആരാധന എന്ന് ചിന്തിക്കുന്നത്. നോ, അതിന് തുടങ്ങുന്നത് ഹൃദയത്തിലാണ്. ഒന്നാമത്തെ കാര്യം, അപ്പം ഹൃദയത്തിൽ നിന്നാണ് ആരാധന ഉയരേണ്ടത്. ദൈവം ആഗ്രഹിക്കുന്ന ആരാധന. ഞാനിപ്പോൾ വായിച്ച വാക്യം യെശയ്യാവ് 29:13. രണ്ടാമത്തെ കാര്യം, നമ്മള് ആരാധന എന്ന് പറയുന്നതിനകത്ത് പല കോമ്പണൻസ് ഉണ്ട്. അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കോമ്പണന്റ് ആണ് നമ്മൾ ബൈബിൾ തുടങ്ങി ഉൽപ്പത്തി പുസ്തകത്തിൽ ആദ്യമായിട്ട് ആരാധന എന്ന വാക്ക് തന്നെ നമ്മൾ കാണുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ, അബ്രഹാം തൻ്റെ ഏക മകനായ ഇസഹാക്കിനെ ദൈവം ബലിയർപ്പിക്കുവാനായിട്ട് അവിടെ കൊണ്ടുപോകുന്ന സമയത്താണ് ആ വാക്ക് ബൈബിളിൽ ആദ്യമായി ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം ഉൽപ്പത്തി 22:5 ഇങ്ങനെയാ പറയുന്നത്: ഞാനും മകനും അവിടെ പോയി ആരാധിച്ച് തിരിച്ചു വരാം. അപ്പൊ ആരാധന എന്ന് പറയുന്നത് ദൈവവചനം അനുസരിച്ചും ഏറ്റവും അബ്രഹാമിന്റെ ഏറ്റവും വിലപ്പെട്ടതാണ് ഇസഹാക്ക്. ഏറ്റവും വിലപ്പെട്ടതിനെ ദൈവത്തിന് നൽകാൻ പോകുമ്പോഴാണ് അബ്രഹാം പറയുന്നത്,
ഞാനും മകനും പോയി ആരാധിച്ച് തിരിച്ചു വരാം. അപ്പം രണ്ടാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആരാധന എന്ന് പറഞ്ഞാൽ വെറും പാട്ട് പാടുന്നതല്ല. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ടത് എൻ്റെ യേശുവിന് വേണ്ടി നൽകുന്നതാണ് ആരാധന. സോ ആരാധനയിൽ ഗിവിങ് ആരാധനയാണ്. ഗിവിങ് ഇസ് എ പാർട്ട് ഓഫ് വർഷിപ്പ്. ഓരോ പ്രാവശ്യവും യേശുവിന് വേണ്ടി നമ്മൾ എന്തെല്ലാം കൊടുക്കുന്നു അത് ആരാധനയാണ്. നമ്മുടെ സമയം, നമ്മുടെ താലന്ത്, നമ്മുടെ കഴിവുകള്, ദൈവം നമുക്ക് തന്നിരിക്കുന്ന എല്ലാ അവസരങ്ങളും നമ്മൾ എപ്പോഴെല്ലാം അത് ദൈവത്തിന് വേണ്ടി തിരികെ നൽകുന്നോ, മറക്കരുത്, ദാറ്റ് ഈസ് എ വർഷിപ്പ്. സാമ്പത്തികമായി കൊടുക്കുമ്പോൾ അതൊരു ആരാധനയാണ്. കാര്യം ആ സാമ്പത്തികം വെറും പണമല്ല, അത് നിങ്ങളുടെ ജീവിതത്തിലെ സമയവും താലന്തും കഴിവും നിങ്ങളുടെ പ്രയത്നവും എല്ലാം ഉപയോഗിച്ചിട്ട് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു പ്രതിഫലമാണ് ആ സാമ്പത്തികം. അതിൻ്റെ ഓഹരി, ആ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ജീവിതം നടത്തുവാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിൽ നിന്ന് ഞാൻ എൻ്റെ അപ്പന് കൊടുക്കുമ്പോൾ വചനം പറയുക അത് ആരാധനയാണ്. ചുരുക്കി പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ബെസ്റ്റ് ഞാൻ ദൈവത്തിന് നൽകുന്നതാണ് ആരാധന. നോ, പുതിയ നിയമത്തിൽ വരുമ്പോഴാണേലും ആദ്യം മത്തായി എഴുതിയ സുവിശേഷത്തിൽ തന്നെ നമ്മൾ കാണുവാനായിട്ട് സാധിക്കും, അവിടെ യേശു മനുഷ്യ അവതാരം എടുത്ത് ജനിച്ച യേശുവിനെ കാണുവാനായിട്ട് അവിടെ ഇംഗ്ലീഷ് ബൈബിൾ പറയുന്ന വൈസ് മാൻ എന്നാ, ജ്ഞാനികൾ, വൈസ്മെൻ, ജ്ഞാനികൾ, ശാസ്ത്രികൾ എന്നാണ് മലയാളത്തിൽ പറയുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇംഗ്ലീഷ് ബൈബിൾ പറയുന്ന വൈസ്മെൻ, അവര് കിഴക്കിൽ നിന്ന് വന്നവര്, അവരെ ആരാധിക്കാൻ വന്നതാണ്. പക്ഷെ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അവരെങ്ങനെയാണ് ആരാധിച്ചത്. മത്തായി എഴുതിയ സുവിശേഷം 2-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, ആ വീട്ടിൽ ചെന്ന് ശിശുവിനെ അമ്മയായ മറിയോട് കൂടെ കണ്ട് വീണ് അവനെ നമസ്കരിച്ചു. നിക്ഷേപ പാത്രങ്ങളെ തുറന്ന് അവന് പൊന്നും കുന്തിരിക്കവും മൂരും കാഴ്ചവെച്ചു. പുതിയ നിയമത്തിലെ ആദ്യം ആരാധന എന്ന് പറയുന്നിടത്ത് തന്നെ നമുക്ക് 2 കാര്യം കാണുവാനായിട്ട് സാധിക്കും. ഒന്ന്, അവരുടെ പോസ്ചർ, അവര് സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. അപ്പോൾ തന്നെ അവരുടെ ഏറ്റവും വിലപ്പെട്ട നിക്ഷേപ പാത്രത്തെ അവര് തുറന്ന് അവരുടെ നിക്ഷേപ പാത്രങ്ങളിൽ നിന്ന് അവര് പൊന്നും മൂരും കുന്തിരിക്കവും അവര് കാഴ്ചവെച്ചു യേശുവിന്റെ മുന്നിൽ. അവിടെ ആരാധിച്ചു എന്ന് പറയുമ്പോൾ അവര് ചെയ്ത കാര്യങ്ങൾ ഈ 2 കാര്യങ്ങളാണ്. അപ്പം വീണ്ടും വചനം വളരെ വ്യക്തമാക്കുകയാണ്, പഴയ നിയമമായിക്കോട്ടെ പുതിയ നിയമമായിക്കോട്ടെ, എൻ്റെ ഏറ്റവും നല്ലത് ഞാൻ എൻ്റെ യേശുവിന് നൽകുന്നതാണ് ആരാധന. 3-ാമത്തെ കാര്യത്തിലേക്ക് നമുക്ക് പോകാം. 3-ാമത്തെ കാര്യം, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ചിന്തിക്കുന്ന ആരാധന എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് കാര്യമാണ്. ആരാധന കഴിഞ്ഞാൽ പിന്നെ പ്രാർത്ഥന, പിന്നെ പ്രസംഗം, അങ്ങനെ എല്ലാം സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കമ്പാർട്ട്മെന്റലൈസ് ചെയ്തിരിക്കുക. പക്ഷേ ആരാധന അഥവാ ആരാധന നമ്മുടെ പ്രാർത്ഥനയുടെ ഭാഗമായിരിക്കണം ആരാധന. ഇപ്പൊ നമ്മളിപ്പം വായിച്ച ഭാഗത്തിൽ മത്തായി എഴുതിയ സുവിശേഷം 2:11 നമ്മൾ കണ്ടു, നമ്മുടെ പോസ്ചർ ഒരു ആരാധനയാണ്. അവര് സാഷ്ടാംഗം നമസ്കരിച്ചു. നമ്മുടെ പോസ്ചർ, നമ്മുടെ ബോഡി ലാംഗ്വേജ്, നമ്മൾ എങ്ങനെയാണ് ദൈവത്തിന്റെ മുന്നിൽ ബിഹേവ് ചെയ്യുന്ന, ദാറ്റ് ഈസ് എ വർഷിപ്പ്. ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നത് ഈ നൂറ്റാണ്ടിലുള്ള ക്രിസ്തീയ വിശ്വാസികൾക്ക്
വളരെ ഏലിയനായിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഇത് ബൈബിളാണ്, ഇത് ദൈവവചനമാണ്. എൻ്റെ പ്രാർത്ഥനയിൽ പോലും എൻ്റെ പോസ്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എൻ്റെ പോസ്ചർ ദൈവത്തിന്റെ മുന്നിൽ ഒരു ആരാധനയാണ്. നമ്മള് ഈ ആരാധനയുടെ ശക്തി നമുക്ക് മനസ്സിലാകണമെങ്കിൽ ഞാൻ പറയുന്നത്, ഈവൻ ഒരു പോസ്ചറിൽ നമ്മൾ ആ മുട്ടുകുത്തുമ്പോൾ, നമസ്കരിക്കുമ്പോൾ, അത് ആരാധനയായിട്ടാണ് ദൈവം കണക്കാക്കുന്നത്. അപ്പൊ ചിലര് ചോദിക്കുമായിരിക്കും, ഏതിന്റെ മുന്നിലാ മുട്ടുകുത്തുന്നത്? ഒന്നിന്റെ മുന്നിലല്ല. നമ്മൾ ഒരു ഐഡലിന്റെ മുന്നിലോ ഒരു ബിംബത്തിന്റെ മുന്നിലോ അല്ല മുട്ടുകുത്തുന്നത്. പക്ഷെ മുട്ടുകുത്തുക എന്ന് പറയുന്നത് ബിബ്ലിക്കലാണ്. ഞാനത് നിങ്ങളെ കാണിച്ചു തരാം. പക്ഷെ അതിന് ഒത്തിരി പവറുണ്ട്. നമ്മള് മർക്കോസ് 5-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, ഒരു ലെഹിയോൻ ബാധിച്ച വ്യക്തി, ആർക്കും വിടുവിക്കാൻ സാധിക്കാത്ത വ്യക്തിയാണ്. പക്ഷെ നമുക്ക് അവിടെ ഒരു പ്രത്യേകത നമുക്ക് കാണാൻ സാധിക്കും. പിശാച് ഒരിക്കലും ദൈവത്തെ ആരാധിക്കാൻ പറ്റത്തില്ല. ദൈവത്തെ ആരാധിക്കാനുള്ള പ്രിവിലേജ് പിശാചിനില്ല. എന്നാൽ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, മർക്കോസ് 5:6 നമ്മൾ ഇങ്ങനെയാ വായിക്കുന്നത്, ആ ലെഗിയോൻ ബാധിച്ചവൻ, അവൻ യേശുവിനെ ദൂരത്ത് നിന്ന് കണ്ടിട്ട് ഓടിച്ചെന്ന് അവനെ നമസ്കരിച്ചു. He ran and fell on his knees in front of him. കിങ് ജെയിംസ് വേർഷൻ പറയുന്നത്, he ran and worshipped him. വർഷിപ്പ് ഒരിക്കലും, ആരാധന ഒരിക്കലും പിശാചിന് ചെയ്യാൻ പറ്റത്തില്ല. ആ മനുഷ്യൻ യേശുവിന്റെ മുന്നിൽ പോയി മുട്ടുകുത്തിയതേ ഉള്ളൂ. നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, യേശു ആ ലെഹിയോനെ ശാസിച്ചു. ആർക്കും വിടുവിക്കാൻ സാധിക്കാത്ത അഭൂതങ്ങൾ സംസാരിക്കുവാനായിട്ട് തുടങ്ങി. അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, ആ മകനെ പൂർണ്ണമായി യേശു വിടുവിച്ചു. എന്ന് വെച്ചാൽ ആ ഭാഗത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. യേശുവിന്റെ മുന്നിൽ നമ്മുടെ മുട്ട് മടങ്ങുമെങ്കിൽ ഒരു പിശാചിനും നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കത്തില്ല. യേശുവിന്റെ മുന്നിൽ യഥാർത്ഥത്തിൽ ആരാധനയിൽ ഒരു വ്യക്തി മുട്ടുമടക്കുന്നുണ്ടോ, അവന്റെ ജീവിതത്തിൽ ഒരു പൈശാചിക പ്രവർത്തനങ്ങൾക്കും നിലനിൽക്കാൻ സാധിക്കത്തില്ല. ആ മകന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് ഒന്നും സംസാരിക്കാൻ പോലും പറ്റത്തില്ല. ബിക്കോസ് ഈ ഭൂതങ്ങൾ തന്നെ ടേക്ക് ഓവർ ചെയ്ത് വെച്ചിരിക്കുക. എങ്കിലും അവൻ യേശുവിനെ കണ്ട ഉടനെ ഓടി വന്ന് അവൻ സാഷ്ടാംഗം മുട്ടുകുത്തി നമസ്കരിച്ചു. ദൈവസന്നിധിയിൽ അത് ആരാധനയാണ്. അവന് പൂർണ്ണമായിട്ടുള്ള വിടുതൽ യേശു നൽകി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആരാധന വളരെ പവർഫുൾ. മുട്ടുകുത്തുക എന്ന് പറഞ്ഞാൽ ആ മുട്ടുകുത്തുന്നത് ഒരു ആരാധനയാണ്. അൺഫോർച്ചുനേറ്റ്ലി ഇന്ന് ഈ നൂറ്റാണ്ടിൽ ന്യൂജൻ ക്രിസ്ത്യാനികൾ, വിശ്വാസികൾ, ഇതൊന്നും അവരുടെ ഐറ്റിനറി തന്നെ ഇല്ല. പക്ഷെ എന്നെ ശ്രദ്ധിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരോടും ഞാൻ പറയാം, എൻ്റെ പ്രാർത്ഥനയുടെ ഭാഗമായും ആരാധന വരണം. ആരാധിച്ചു പ്രാർത്ഥിക്കുന്നതിന്റെ അടയാളമാണ് മുട്ടുകുത്തി പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത്. നമുക്ക് മാതൃകകളുണ്ടോ? മാതൃകകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ 3 മാതൃക മാത്രം നിങ്ങളുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരാം. ഒന്ന്, യേശു ഭൂമിയിലായിരുന്നപ്പോൾ താൻ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. ലൂക്കോസ് എഴുതിയ സുവിശേഷം അതിന്റെ 22-ാം അധ്യായം അതിന്റെ 41-ാമത്തെ വാക്യത്തിൽ, താൻ അവരെ വിട്ട് ഒരു കല്ലേറ് ദൂരത്തോളം വാങ്ങിപ്പോയി മുട്ടുകുത്തി താൻ തന്റെ പിതാവിനോട് പ്രാർത്ഥിച്ചു. യേശു മാതൃക കാണിച്ചതാണ്. പ്രാർത്ഥനയിൽ നമ്മൾ മുട്ടുകുത്തുക എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, യേശുവേ
അങ്ങെന്നാണ് സർവശക്തൻ, അങ്ങെന്നാണ് സർവവല്ലഭൻ, അങ്ങയുടെ മുന്നിലാണ് ഞാൻ മുട്ടുമടക്കുന്നത്. ആ മുട്ടുമടക്കുമ്പോൾ അത് ആരാധനയായി ഉയരുക. അതിൻ്റെ കൂടെ വരുന്ന എല്ലാ പ്രാർത്ഥനകൾക്കും ഇറ്റ് ഇസ് സോ പവർഫുൾ. ഇറ്റ് ഇസ് സോ പവർഫുൾ. നൗ അപ്പോസ്തല പ്രവൃത്തി 20 അധ്യായം അതിന്റെ 36 വാക്യത്തിൽ കാണുവാനായിട്ട് സാധിക്കും. When Paul had finished speaking, he knelt down with all of them and prayed. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ മുട്ടുകുത്തി അവരെല്ലാവരുടെയും കൂടെ പ്രാർത്ഥിച്ചു. പൗലോസ്ലീഹ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയുടെ ഒരു ഭാഗമാണ് മുട്ടുകുത്തി പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ യു ആർ വർഷിപ്പിംഗ് ആൻഡ് പ്രേയിങ്. അപ്പൊ വർഷിപ്പ് ഒരു സെപ്പറേറ്റ് കോമ്പനന്റ് ആണോ? അല്ല. വർഷിപ്പ് നമ്മുടെ പ്രാർത്ഥനയുടെ കൂടെയും വർഷിപ്പുണ്ട്. ആ വർഷിപ്പിന്റെ ഒരു ഏറ്റവും വലിയ സൈനാണ് മുട്ടുകുത്തി പ്രാർത്ഥിക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് ഇത് വളരെ ഔട്ട്ഡേറ്റഡ് ആയി പോയതായിട്ടും ഇന്ന് ഇതിന് ഒരു പ്രസക്തിയും ഇല്ല എന്നുള്ള രീതിയിലൊക്കെയാണ് ക്രിസ്തീയ ലോകം നിൽക്കുന്നതെങ്കിലും ദൈവദാസനായി ഞാൻ പറയാം, ദൈവസന്നിധിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥനയുടെ ശക്തി വളരെ അധികമാണ്, വളരെ അധികമാണ്. ദൈവം അത് ആഗ്രഹിക്കുന്നു. യേശു അത് മാതൃകയായി നമുക്ക് കാണിച്ചു തന്നു. ഒരാളുടെയും കൂടെ കാണിക്കാം. പത്രോസ്, ഏറ്റവും കൂടുതൽ ലേഖനങ്ങൾ എഴുതിയ പൗലോസിന്റെ കാര്യം ഞാൻ കാണിച്ചു. പത്രോസ് അപ്പോസ്തല പ്രവൃത്തി 9 അധ്യായം 40 വാക്യത്തിൽ വചനം ഇങ്ങനെയാ പറയുന്നത്, പത്രോസ് അവരെ ഒക്കെയും പുറത്താക്കി മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ വചനം വായിക്കണം. വചനം ഒരിക്കലും ഔട്ട്ഡേറ്റഡ് ആകത്തില്ല. പരിഷ്കാരങ്ങളെല്ലാം പലതിനെയും ഔട്ട്ഡേറ്റ് ചെയ്യാൻ നോക്കും, പാരമ്പര്യങ്ങൾ പലതിനെയും ഔട്ട്ഡേറ്റ് ചെയ്യാൻ നോക്കും. പക്ഷെ അതൊന്നും ദൈവവചനത്തെ മാറ്റത്തില്ല. പത്രോസ് മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. നിഴലടിച്ചാൽ സൗഖ്യമാകുന്ന അപ്പോസ്തലൻ. എത്രയോ പേര് തന്റെ നിഴലടിച്ച് സൗഖ്യമാകും. മുടന്തനെ നടപ്പിച്ച അപ്പോസ്തലൻ. പൗലോസ്ലീഹയുടെ കാര്യത്തിൽ റൂമാൽ കൊണ്ടുപോയി ഇട്ടാൽ ഭൂതങ്ങൾ അലറി ഓടുന്ന അഭിഷേകം നിറഞ്ഞ അപ്പോസ്തലൻ. പക്ഷെ അവരെല്ലാവരും ഒരു പ്രാർത്ഥിച്ചപ്പോൾ ഒരു മുട്ടുകുത്തി പ്രാർത്ഥിച്ചു എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പം പ്രാർത്ഥനയിലും ആരാധന ഒരു ഭാഗമാണ്. ആരാധനയുടെ അടയാളമാണ് മുട്ടുകുത്തി പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത്. നാലാമത്തെ കാര്യം ഇതാണ്. ആരാധനയ്ക്ക് സ്ഥലത്തിന് പ്രസക്തിയില്ല. എ പ്ലേസ് ഇസ് നോട്ട് ഇമ്പോർട്ടന്റ്. ഒരു പുതിയ നിയമ ക്രിസ്തീയ വിശ്വാസിയെ സംബന്ധിച്ച് പഴയ നിയമത്തിൽ സ്ഥലങ്ങൾക്ക് പ്രാധാന്യം ഉണ്ടായിരുന്നു, പക്ഷെ പുതിയ നിയമത്തിൽ സ്ഥലങ്ങൾക്ക് പ്രാധാന്യമില്ല. പുതിയ നിയമ വിശ്വാസിയുടെ ആരാധന കേന്ദ്രം തന്റെ ഹൃദയമാണ്, തന്റെ അകമാണ്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരം എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അപ്പൊ മന്ദിരം ഇവിടെയായിരിക്കുന്നത്, ഒരു സ്ഥലത്തല്ല ഇരിക്കുന്നത്. അപ്പൊ സ്ഥലത്തിന് പ്രസക്തിയില്ല. ആരാധന ഉയരേണ്ടത് ഈ മന്ദിരത്തിൽ നിന്നാണ്. ആരാധന ഉയരേണ്ടത്. അവിടെ യേശു 2 കാര്യങ്ങൾക്ക് പ്രസക്തി കൊടുത്തു. ആ കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഞാൻ വെക്കുവാനായിട്ട് ആഗ്രഹിക്കുക. യോഹന്നാൻ 4:22 യേശു ഇങ്ങനെ പറഞ്ഞു, ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. ഇൻഫാക്ട് അവിടെ അതിൻ്റെ കൂടെ തന്നെ ചേർന്ന് യേശു പറയുന്ന വേറൊരു കാര്യമുണ്ട്. അവരാണ് സത്യ നമസ്കാരികൾ, ട്രൂ വർഷിപ്പേഴ്സ്. അപ്പൊ വർഷിപ്പേഴ്സിൽ ഫോൾസ് വർഷിപ്പേഴ്സും ഉണ്ട്. സത്യ നമസ്കാരികൾ ഉണ്ടെങ്കിൽ സത്യമല്ലാത്ത നമസ്കാരികളും ഉണ്ട്. ട്രൂ വർഷിപ്പർ ഉണ്ടെങ്കിൽ ഫോൾസ് വർഷിപ്പേഴ്സും ഉണ്ട്.
അവരാണ് സത്യ നമസ്കാരികൾ. ആരാണ്? ആത്മാവിലും സത്യത്തിലും. അപ്പൊ ഇതിനകത്ത് ഈ ആത്മാവിൽ ആരാധിക്കുക എന്ന് പറയുന്നതിനെ കുറിച്ച് ഭയങ്കര ക്ലാരിറ്റിയാ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എല്ലാവർക്കും ഭയങ്കര ഗ്രാഹ്യ. ഈ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ അന്യഭാഷയിൽ ആരാധിക്കുന്നത് അത് ആത്മാവിൽ ആരാധിക്കുക എന്ന് പലരും പറയാറുണ്ട്. അത് ടു എ ഗ്രേറ്റ് എക്സ്റ്റെന്റ് ഇറ്റ് ഇസ് റൈറ്റ്. പക്ഷേ യേശു പറഞ്ഞു ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. അപ്പൊ ആത്മാവിൽ ആരാധിക്കുക എന്ന് പറഞ്ഞാല് ആത്മാവിൽ വീണ്ടും ജനിച്ച ഒരു വ്യക്തിക്ക് മാത്രമേ ആത്മാവിൽ ആരാധിക്കുവാൻ സാധിക്കത്തുള്ളൂ. ബിക്കോസ് അവരെന്താണ് ആരാധിക്കുന്നതെന്ന് മനസ്സിലാക്കി ആരാധിക്കണമെങ്കിൽ ആത്മാവിൽ വീണ്ടും ജനിച്ച ഒരു വ്യക്തിക്ക് മാത്രമേ അതുകൊണ്ട് ആത്മാവിൽ ആരാധിക്കുക എന്ന് പറഞ്ഞ യേശു പറഞ്ഞു ജഡത്തിൽ നിന്ന് ജനിച്ചത് ജഡം, ആത്മാവിൽ നിന്ന് ജനിച്ചത് ആത്മാവ്. സോ ആത്മാവിൽ നിന്ന് വീണ്ടും ജനിക്കുന്ന ഒരു വ്യക്തിക്കാണ് യേശു റിയൽ ആകുന്നത്. യേശുവിനെ തനിക്കറിയാമെന്ന് മാത്രമല്ല, യേശു തന്നെ അറിയാം എന്നുള്ള ബോധ്യം തൻ്റെ ഉള്ളിൽ വരുന്നത്. അങ്ങനെ വീണ്ടും ജനിച്ച വ്യക്തി പരിശുദ്ധാത്മാവിനാൽ നിറയും കൂടെ ചെയ്യുമ്പോൾ ആ വ്യക്തി ആത്മാവിൽ ആരാധിക്കാൻ തുടങ്ങും. ഇപ്പൊ അന്യഭാഷയിലുള്ള ആരാധന എന്നൊക്കെ പറയുമ്പോൾ അതിനകത്ത് ആ ആത്മാവിലുള്ള ആരാധനയാണ്. അതിനെക്കുറിച്ച് കുറച്ചുകൂടെ നമുക്ക് കൂടുതലായിട്ട് മുന്നോട്ട് പോകുമ്പോൾ എടുക്കാം. അപ്പൊ ആത്മാവിലെ ആരാധനയെ കുറിച്ച് എല്ലാവർക്കും ഒരു ക്ലാരിറ്റി ഉണ്ട്. ആത്മാവിൽ നിന്നാണ് നമ്മൾ ആരാധിക്കുന്നത്, ജഡത്തിൽ നിന്നല്ല ആരാധിക്കുന്നത്. ജഡത്തിലെ ചില കർമ്മങ്ങൾ കൊണ്ടല്ല നമ്മൾ ആരാധിക്കുന്നത്. നമ്മൾ ഹൃദയം കൊണ്ട്, ആത്മാവ് കൊണ്ട്, ഉള്ളിൽ നിന്നാണ് നമ്മൾ ആരാധിക്കുന്നത്. എന്നാൽ അവിടെ വേറൊരു വാക്യം പറഞ്ഞിട്ടുണ്ട്, സത്യത്തിലും ആരാധിക്കണം. അതിനെക്കുറിച്ച് പലർക്കും ഒരു ക്ലാരിറ്റി ഇല്ല. ദൈവവചനമാണ് സത്യം, അതനുസരിച്ച് ജീവിക്കുന്നതാണ് ആരാധന. അപ്പൊ ആത്മാവിൽ ഞാന് സ്തുതിക്കാം, ആത്മാവിൽ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാം, പക്ഷെ സത്യത്തിലും കൂടെ എൻ്റെ ജീവിതം പോയാലേ അത് യഥാർത്ഥ ആരാധനയാകത്തുള്ളൂ. സത്യ നമസ്കാരികൾ അവര് ആത്മാവിലും സത്യത്തിലും ആരാധിക്കും. സത്യം എന്ന് പറയുന്നത് ദൈവവചനമാണ്. യേശു എന്താണോ പറഞ്ഞത് അതെല്ലാം ദൈവവചനമാ. ബൈബിളിൽ പുതിയ നിയമത്തിലുള്ളതെല്ലാം പുതിയ നിയമ വിശ്വാസിക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അത് നമ്മൾ ജീവിതത്തിൽ പ്രായോഗികമാക്കുമ്പോഴാണ് അത് ആരാധനയാകുന്നത്. നോ, ഞാനൊരു ഭാഗം നിങ്ങളെ കാണിക്കുവാൻ ആഗ്രഹിക്കുക, എങ്ങനെ യേശു ഇതിനെ തന്നെ ആരാധനയുമായിട്ട് ബന്ധപ്പെടുത്തിയത്. മത്തായി എഴുതിയ സുവിശേഷം അതിൻ്റെ 15-ാം അധ്യായം അതിൻ്റെ 4 തൊട്ട് 9 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിക്കുമെങ്കിൽ അതിനകത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, യേശു അവിടെ ഒരു ദൈവവചനത്തെ അവര് മറികടക്കുന്നത് കാണിക്കുക. എന്താ ദൈവവചനം? ദൈവം പറഞ്ഞതാണ്, അപ്പനെയും അമ്മയും ബഹുമാനിക്കണം, നിനക്ക് നന്മയുണ്ടാകുവാനായിട്ടും ദീർഘായുസ് ഉണ്ടാകുവാനായിട്ടും നിന്റെ മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക. എന്നാൽ അന്നത്തെ യഹൂദന്മാർ അവരൊരു മാർഗം കണ്ടുപിടിച്ചു, ഞാന് ഇതൊന്നും ചെയ്തില്ലേലും ഒരു വാക്കങ്ങ് പറഞ്ഞാൽ മതി, ഇതെല്ലാം ദൈവത്തിന്റെ ദാനമാണെന്നങ്ങ് പറഞ്ഞാൽ മതി, എനിക്ക് പിന്നെ അപ്പനെ അമ്മയും നോക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്യാൻസലായി പോയി എന്ന് അവർ ചിന്തിക്കുന്ന ഒരു കാലമായിരുന്നു. ഇന്നും അത് തന്നെ ചിന്തിക്കുന്ന കാലമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബിക്കോസ് പലരും മാതാപിതാക്കന്മാരെ ഉപേക്ഷിച്ചിട്ട് അവരെ ആലയങ്ങളിൽ ആരാധിക്കുക, മാതാപിതാക്കന്മാരെ നോക്കാതെ അവർ ഞായറാഴ്ച കൈകൊട്ടി പാടുക. അന്നും ഇന്നും യേശുവിന്റെ സ്റ്റാൻഡ് മാറിയിട്ടില്ല പ്രിയപ്പെട്ടവർ. ദൈവവചനത്തെ ഞാൻ മറികടന്നുകൊണ്ട് എൻ്റെ വാ കൊണ്ട് ആരാധിച്ചുകൊണ്ട് കാര്യമില്ല.
സത്യത്തിലും എന്ന് പറഞ്ഞാൽ ഞാൻ ദൈവം പറഞ്ഞ വചനം അനുസരിക്കുന്നതാണ് സത്യത്തിലുള്ള ആരാധന. ആത്മാവിലുള്ള ആരാധന എൻ്റെ ഉള്ളിൽ നിന്ന് ഉയരുന്ന ആരാധനയാണെങ്കിൽ, സത്യത്തിലും എന്ന് പറയുമ്പോൾ ഞാൻ ആ വചനത്തിൽ നിലനിൽക്കുമ്പോഴാണ് എനിക്ക് ആരാധിക്കാൻ സാധിക്കും. നൗ അവിടെ യേശു പറയാ, അത് പറഞ്ഞിട്ട് പറയുന്ന ഭാഗമാണ്. നിങ്ങൾ ആ ഭാഗം വായിക്കണം. അതിനകത്ത് ഞാൻ 2 വാക്യം മാത്രം വായിക്കാം. 8ാമത്തെ വാക്യം ഇങ്ങനെയാ പറയുന്നത്. ഇതാണ് ഞാൻ ആദ്യം വായിച്ച യെശയ്യാവിന്റെ പ്രവചനത്തെ ഇവിടെ യേശു കോട്ട് ചെയ്യുക. ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എങ്കിലും അവരുടെ ഹൃദയം എന്നെ വിട്ട് അകന്നിരിക്കുന്നു. 9ാമത്തെ വാക്യം പറയാ, മനുഷ്യ കൽപ്പനകളായ ഉപദേശങ്ങളെ അവർ പഠിപ്പിക്കുന്നത് കൊണ്ട് എന്നെ വ്യർത്ഥമായി ഭജിക്കുന്നു എന്നിങ്ങനെ പ്രവചിച്ചത് ഒത്തിരിക്കുന്നു. അവരെ ആരാധിക്കുന്നു എന്നാ പറയുന്നത്, പക്ഷെ അവര് മനുഷ്യ കൽപ്പനകളാ പറയുന്നത്. യേശു പറഞ്ഞതെല്ലാം അവിടെ ഇരിക്കട്ടെ, നമുക്കതിന്റെ ആവശ്യമില്ല. അത് നമ്മളിപ്പം ഗ്രേസിലാണ്, നമുക്കിതിന്റെ ആവശ്യമില്ല. നമ്മൾ പുതിയ നിയമത്തിലാണ്, നമുക്കിതിന്റെ ആവശ്യമില്ല. നമ്മൾ ഇന്ന കാറ്റഗറിയാണ്, നമുക്കിതിന്റെ ആവശ്യമില്ല. പക്ഷേ ദൈവവചനം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഒരിക്കലും മാറത്തില്ല. ഇന്ന് ഞാനിത് പറയുമ്പോൾ വളരെ സങ്കടത്തോടെയാ പറയുന്നത്. ഈ പറഞ്ഞ ഈ കാര്യത്തിൽ തന്നെ സ്വന്തം മാതാപിതാക്കന്മാരെ ഉപേക്ഷിച്ചിട്ട്, അവർക്ക് വേണ്ടിയ പരിചരണ ചെയ്യാതെ, അവരെ ധിക്കരിച്ചുകൊണ്ട്, അവരെ തള്ളിയിട്ട് പലരും ഭയങ്കര ആത്മാവിൽ ആരാധനയാണെന്ന് പറഞ്ഞ് കടിച്ചാ പൊട്ടാത്ത അന്യഭാഷയും ആരാധനയും ഒക്കെയാ. പക്ഷേ ദൈവസന്നിധിയിൽ അതൊന്നും ആരാധനയായി കണക്കിടപ്പെടത്തില്ല പ്രിയപ്പെട്ടവരെ. നിങ്ങളുടെ എൻ്റെ ആരാധന യഥാർത്ഥമാകുന്നത് സത്യത്തിൽ നടന്നുകൊണ്ട് ആരാധിക്കുമ്പോഴാണ് എനിക്ക് ആരാധിക്കാൻ സാധിക്കുന്നത്. സത്യത്തിൽ നടന്നുകൊണ്ട് നമുക്ക് ആരാധിക്കാൻ സാധിക്കത്തുള്ളൂ, അല്ലാതെ നമുക്ക് ആരാധിക്കാൻ സാധിക്കത്തില്ല. നമുക്ക് ഷോ കാണിക്കാം, നമുക്ക് മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാം, ഞാനും ആരാധിക്കുന്ന ആളാണ്, എനിക്കും അന്യഭാഷയുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് വേണേ ഷോ ഒക്കെ കാണിക്കാം. ഞാൻ അപ്പോൾ തന്നെ അത് പറയുമ്പോൾ ഒരു കാര്യം കൂടെ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ ഓർപ്പിക്കുന്നത് ഞാൻ പറയട്ടെ. ഈ ആരാധന സമയത്ത് ഈ മ്യൂസിക് ഇൻസ്ട്രുമെന്റ് എല്ലാം കൂടെ ചേർന്ന് വരുമ്പോൾ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു ഇക്ലിയോ കാലയിൽ ഉണ്ടാകുന്ന നടനമോ അല്ല ആരാധന, അതല്ല അഭിഷേകവും. അതാദ്യം നമ്മൾ തിരിച്ചറിയണം. ആരാധന എന്ന് പറയുന്നതിന് മ്യൂസിക് ഇൻസ്ട്രുമെന്റുമായിട്ടോ റിഥമുമായിട്ടോ താളവുമായിട്ടോ ഒന്നും ഒരു കണക്ഷനും ഇല്ല. അത് ഹൃദയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ്, സത്യത്തിൽ നടക്കുന്നവന്റെ ആരാധന. അതുകൊണ്ടാണ് യേശു പറഞ്ഞ സത്യ നമസ്കാരികൾ, ആത്മാവിലും സത്യത്തിലും. ഇപ്പൊ ഇവിടെ അതാ പറയുന്നത്. യേശു പറയാ, അവര് ഈ കൽപ്പന, ഈ വചനം മറികടന്നുകൊണ്ട് അത് കാണിച്ചോണ്ടാ യേശു പറയുന്നത്, ഇവരെന്നെ വെറും നാവ് കൊണ്ട് ആരാധിക്കുന്നു, ഇവരെ അധരം കൊണ്ട് ആരാധിക്കുന്നതെന്ന് യെശയ്യാ പ്രവാചകൻ പറഞ്ഞത് ഇവരെ കുറിച്ച് കറക്റ്റാണ് എന്ന് യേശു പറയുകയാണ്. മനുഷ്യ കൽപ്പനകൾ ഇന്ന് അൺഫോർച്ചുനേറ്റ്ലി പല ആത്മീക ഗോളത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലും മനുഷ്യ കൽപ്പനകൾ കയറിക്കഴിഞ്ഞു. ഇതിന്റെ ആവശ്യമില്ല, അതിന്റെ ആവശ്യമില്ല, അത് നമുക്കുള്ളതല്ല, ഇത് നമുക്കുള്ളതല്ല. ആ കാലത്തും ഇത് തന്നെയായിരുന്നു. പക്ഷേ പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുന്ന ഒരു ദൈവ പൈതലിന് ഒരിക്കലും മാതാവിനെയും പിതാവിനെയും ത്യജിച്ചിട്ട് ആരാധിക്കാൻ സാധിക്കത്തില്ല. അങ്ങനെ ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് പരിശുദ്ധാത്മാവല്ല. പരിശുദ്ധാത്മാവ് ഒരിക്കലും അതിന് കൂട്ടുനിൽക്കത്തില്ല. നമ്മള് ദൈവവചനത്തെ മനസ്സിലാക്കിയ ദൈവവചനത്തെ നമ്മൾ മറികടന്നുകൊണ്ട് നമ്മൾ ആരാധിക്കുമ്പോൾ അത് പരിശുദ്ധാത്മാവല്ല ആരാധിപ്പിക്കുന്നത്, അത് നമ്മളുടെ സ്വന്തം ജഡത്തിൽ നിന്നുണ്ടാകുന്ന പ്രകടനമാണ്. അതൊരിക്കലും ആരാധനയല്ല. എന്നാൽ
സത്യ നമസ്കാരികൾ. അവിടെ നിങ്ങൾ ആ യോഹന്നാൻ 4 തന്നെ നിങ്ങൾ വായിക്കണം. അവിടെ പറയാ, യേശു പറയുന്നുണ്ട്, പിതാവ് ഇങ്ങനെയുള്ള ആരാധിക്കുന്നവരെയാ തപ്പുന്നതെന്ന് എഴുതിയിട്ടുണ്ട്. ദ ഫാദർ ഇസ് സീക്കിംഗ് ഫോർ സച്ച് വർഷിപ്പേഴ്സ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഇതിന്റെ ഈ പിതാവ് എന്തിനാ ഇത് തപ്പുന്നേ? നമ്മളെപ്പോഴാ തപ്പുന്നത്? ഒരു കാര്യം കാണാനില്ലാതെ വരുമ്പോഴാണ് നമ്മൾ എന്നാ ചെയ്യുന്നത്? തപ്പുന്നത്. അപ്പം പറയാ, ട്രൂ വർഷിപ്പേഴ്സിനെ പിതാവ് തപ്പിക്കൊണ്ട് എവിടെയും ഒരുത്തൻ യഥാർത്ഥത്തിൽ ട്രൂ ആയിട്ട് വർഷിപ്പ് ചെയ്യുന്നുണ്ടോ, ആ ട്രൂ ആയിട്ട് വർഷിപ്പ് ചെയ്യുന്ന ആളിനെ പിതാവ് തപ്പുക. നിങ്ങളൊന്ന് ഓർത്തു വയ്ക്കാൻ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം നമ്മൾ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. എന്താ സത്യത്തിൽ ആരാധിക്കുക? എൻ്റെ യേശു എന്നോട് പറഞ്ഞിട്ടുണ്ടോ അതനുസരിച്ചേ ഞാൻ ജീവിക്കത്തുള്ളൂ. എൻ്റെ അപ്പൻ എന്നോട് എൻ്റെ മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബഹുമാനിക്കുമ്പോഴാണ് ഞാൻ സത്യത്തിൽ ജീവിക്കുന്നത്. എൻ്റെ അപ്പൻ എന്നോട് ഒരു കാര്യം അരുത് മോനെ, അത് വേണ്ട എന്ന് പറഞ്ഞാൽ ഞാൻ അതിന് കീഴ്പ്പെടുമ്പോഴാണ് ഞാൻ സത്യത്തെ, അതൊരു ആരാധനയാ. സത്യം അനുസരിച്ച് ജീവിക്കുന്നത് ഒരു ആരാധനയാ. ഞാനത് വീണ്ടും പറയട്ടെ, എന്നെ കേൾക്കുന്ന ഓരോ ദൈവ പൈതലിനോടും പറയട്ടെ, സത്യം അനുസരിച്ച് നമ്മളുടെ ജീവിതത്തെ ക്രമീകരിക്കുന്നത് ദൈവത്തിന്റെ മുന്നിൽ ഒരു ആരാധനയാണ്. അത് രണ്ടും ചേരുമ്പോഴാണ്, ആത്മാവിലുള്ള ആരാധനയും സത്യത്തിലുള്ള ആരാധനയും രണ്ടും കൂടെ ചേരുമ്പോഴാണ് അവര് സത്യ നമസ്കാരികളായി തീരുന്നത്. നോക്കിയ, പുതിയ നിയമത്തിൽ വരുമ്പോൾ റോമർക്ക് എഴുതിയ ലേഖനം അതിന്റെ 12-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം, ഞാൻ ആ വാക്യം നിങ്ങൾക്ക് വേണ്ടി വായിക്കാം. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർമ്മിപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധിയും ദൈവത്തിന് സ്വീകാര്യവുമായ ജീവനുള്ള യാഗമായി സമർപ്പിപ്പീൻ. ഇതല്ലോ നിങ്ങളുടെ ആത്മീക ആരാധന. ഈ മലയാളം ബൈബിളിലെ ചില ട്രാൻസ്ലേഷൻസിൽ ഞാനിപ്പോ വായിച്ച ലാസ്റ്റ് ഭാഗം ഇല്ല. ഇംഗ്ലീഷ് ബൈബിളിൽ അത് വ്യക്തമായിട്ടുണ്ട്. ഒരു ബൈബിളില് ഈ ട്രാൻസ്ലേഷൻ ഉണ്ടായിരുന്നു, മലയാളം ബൈബിളിൽ. ഞാൻ അതുകൊണ്ടാണ് അത് എടുത്തത്. ഇതല്ലോ നിങ്ങളുടെ ആത്മീക ആരാധന, ദിസ് ഈസ് യുവർ റീസണബിൾ സർവീസ് എന്ന് ഇംഗ്ലീഷ് ബൈബിളിൽ, കിങ് ജെയിംസ് വേർഷനിൽ പറയുന്നു. അപ്പോ ആത്മാവ് ഭയങ്കര അന്യഭാഷ പറയുന്നതിനോടൊപ്പം ഒരു വിശുദ്ധ ജീവിതം വളരെ അത്യാവശ്യമാണ്. എന്താണ് വിശുദ്ധ ജീവിതം? എൻ്റെ അപ്പൻ എന്നോട് എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ അതനുസരിച്ച് ഞാൻ ജീവിക്കുന്നതാണ് വിശുദ്ധ ജീവിതം. അപ്പം ശാരീരികമായി എൻ്റെ ശരീരത്തിലെ അവയവങ്ങളെല്ലാം എൻ്റെ അപ്പൻ പറഞ്ഞിരിക്കുന്ന വാക്കുകൾക്ക് കീഴ്പ്പെടുന്നതായിരിക്കും. വചനം പറയുക, അത് അങ്ങനത്തെ നമ്മളുടെ ജീവിതം. അപ്പൊ ജീവനുള്ള ആരാധന എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പം ജീവനുള്ള ബലി എന്നാ പറഞ്ഞിരിക്കുന്നത്. ജീവനുള്ള ബലി എന്ന് വെച്ചാല് കൈ വെട്ടിക്കളയല്ല, ഇല്ല. ആ കൈ വചനം പറയുന്നത് അനുസരിച്ചേ പ്രവർത്തിക്കത്തുള്ളൂ. ആ കാല് വചനം പറയുന്ന രീതിയിലുള്ള സ്ഥലങ്ങളിലോട്ടേ പോകത്തുള്ളൂ. അവിടെയാണ് വചനം പറയുന്നത്, അതാണ് നിങ്ങളുടെ ആത്മീക ആരാധന. അപ്പം ശരീരം എങ്ങനെയും പോകാം, എൻ്റെ ജീവിതത്തിൽ എനിക്ക് എന്തും ചെയ്യാം എന്ന് പറയുന്നവർ ആത്മീക ആരാധനയല്ല നടത്തുന്നത്. എൻ്റെ ആത്മീക ആരാധന എവിടെയാണ് തികയുന്നതെന്ന് ചോദിച്ചാൽ, എൻ്റെ ആത്മീക ആരാധന എവിടെയാണ് അത് പൂർത്തിയാകുന്നതെന്ന് ചോദിച്ചാൽ, ആത്മാവിലുള്ള നിറവും എൻ്റെ ശരീരത്തിൽ വചനത്തോടുള്ള അനുസരണവും
ചേരുമ്പോഴാണ് അത് യഥാർത്ഥ ആരാധന. ഞാനിത് പറയുമ്പോൾ ഒരു കാര്യം പറയട്ടെ. സിനിമാ പാട്ട് പാടിക്കൊണ്ട്, ഒരു വശത്ത് പാടിക്കൊണ്ട് ഞായറാഴ്ച നമ്മൾ ആരാധിച്ചാൽ അത് ആരാധനയല്ല. സിനിമാ പാട്ടിന് ഡാൻസ് കളിച്ചോണ്ട്, സിനിമാ പാട്ട് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഇട്ടുകൊണ്ട്, സിനിമാ പാട്ടിന് തുള്ളലും ഡാൻസും ഉണ്ടാക്കിക്കൊണ്ട് ആഴ്ച ദിവസത്തില് ഞായറാഴ്ച ആത്മീക ഗീതത്തിന് ഡാൻസ് കളിക്കുമ്പോൾ ആൾക്കാർ മനസ്സിലാക്കുന്നില്ല ഇത് അവരെ തന്നെ വഞ്ചിക്കുകയാണെന്ന്. ഞാൻ ഇന്ന് ദൈവദാസനായി ഞാൻ പറയാം, സിനിമ മ്യൂസിക് ഈസ് ഡിമോണിക് ഇൻ നേച്ചർ. ഡിമോണിക് ഇൻ നേച്ചർ. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒത്തിരി അനുഭവങ്ങളിൽ കൂടെ പോയത് കൊണ്ടാണ് ഞാനിത് പറയുന്നത്. ആ ലോകപ്രകാരമായ മ്യൂസിക്കും, ലോകപ്രകാരമായ ഡാൻസും, ലോകപ്രകാരമായ ഡ്രസ്സിങ്ങും, ലോകപ്രകാരമായിട്ടുള്ള ഏതെല്ലാം കാര്യം ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ മോഡേണൈസേഷന്റെ ഭാഗമായിട്ട് കടന്നു വരുന്നോ, നിന്റെ ശരീരം ആരാധിക്കുന്നില്ല. വിച്ച് മീൻസ് യു ആർ ഡെഡ്. ബിക്കോസ് ദൈവവചനം പറയുന്നു അതാണ് യഥാർത്ഥ ആത്മീക ആരാധന. എന്റെ ഈ ശരീരം വിശുദ്ധിയോടെ കാക്കണം എന്നുള്ളത് അപ്പന്റെ ആഗ്രഹം. There is no two ways about it. അപ്പോൾ തന്നെ ഞാൻ പറയാം, ഒരു തെറ്റുപറ്റിയ ഒരു വ്യക്തി അല്ലെങ്കിൽ വീണുപോയ ഒരു വ്യക്തി നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, മാനസാന്തരപ്പെടുന്ന നിമിഷത്തിൽ തിരികെ സ്വീകരിക്കുന്നവനായ യേശു. എന്നാൽ ഞായറാഴ്ച ഞാൻ മാനസാന്തരപ്പെട്ടോളാം, തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും പഴയ വഴിയെ പൊക്കോളാം എന്ന് പറയുന്നതല്ല മാനസാന്തരം. എന്റെ ജീവിതത്തിൽ എത്ര വീഴ്ച പറ്റിയാലും എന്നോട് യേശു ക്ഷമിക്കുവോ? ക്ഷമിക്കും. പത്രോസിനോട് 70 വട്ടം ക്ഷമിക്കാൻ പറഞ്ഞവൻ നമ്മളെ അതിനേക്കാൾ എത്രയോ അധികം ക്ഷമിക്കും. എന്നാൽ എൻ്റെ ജീവിതത്തിൽ ഒരു പൂർണ്ണമായ മാറ്റം വരണം ഈ കാര്യത്തിൽ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ക്രിസ്തീയ വിശ്വാസിയുടെ ആത്മാവും ശരീരവും ലൈനപ്പിൽ വരണം. ആത്മാവിൽ ഭയങ്കര അഭിഷേകമാണ്, അന്യഭാഷയാണ്, പക്ഷെ ശരീരം വേറൊരു ലൈനപ്പിലാണ് പോകുന്നതെങ്കിൽ, വചന വിപരീതമായ ലൈനപ്പിലാണെങ്കിൽ, അപ്പം സത്യത്തിൽ ഉള്ള ആരാധനയല്ല അത്, സത്യ നമസ്കാരികളുടെ ആരാധനയല്ല. അപ്പൊ അവിടെ നമ്മൾ ചെക്ക് ചെയ്യണം നമ്മുടെ ജീവിതത്തിൽ. എൻ്റെ ആരാധന എപ്പോഴാണ് പവർഫുൾ ആകുന്നത്? എൻ്റെ ആരാധന, അതുകൊണ്ട് ഞാൻ ഇതിനെ ഇങ്ങനെ പറയാം, സത്യത്തിൽ നടക്കുന്ന ഒരാൾക്ക് ആത്മാവിൽ ആരാധിക്കാൻ വളരെ എളുപ്പമാണ്. അതിനെ തന്നെ തിരിച്ചും പറയട്ടെ, ആത്മാവിൽ യഥാർത്ഥത്തിൽ ആരാധിക്കുന്ന ഒരാൾക്ക് സത്യത്തിൽ നടക്കാൻ തോന്നും, സത്യത്തിൽ ആ വ്യക്തി നടക്കും. യഥാർത്ഥത്തിൽ ആത്മാവിൽ ആരാധിക്കുന്നതെങ്കിൽ യു വിൽ വാക്ക് ഇൻ ട്രൂത്ത്. നിങ്ങൾ സത്യത്തിൽ നടക്കുവാനായിട്ട് നിങ്ങൾക്ക് ആ ഉന്മേഷമുണ്ടാകും. പരിശുദ്ധാത്മാവ് നിങ്ങളെ കരം പിടിച്ച് നടത്തും. തിരിച്ചും പറയട്ടെ, അങ്ങനെ സത്യത്തിൽ നടക്കുന്ന ഒരാൾക്ക് ഒരു പ്രയാസവും ഇല്ലാതെ ആരാധിക്കുവാൻ സാധിക്കും ആത്മാവിൽ. ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്ലിമെന്റ് ചെയ്യുന്നതാണ്. നോ, അതേ അധ്യായം, ഈ ഞാനിപ്പോൾ പറഞ്ഞ മുന്നേ പറഞ്ഞ മത്തായി 15 നിങ്ങള് ഈ കൽപ്പന അവര് മറികടക്കുന്ന പറഞ്ഞിട്ടാണ് ആരാധനയുടെ കാര്യം യേശു പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെയും താഴെ പിന്നെയും പറയുകയാണ്, മനുഷ്യന്റെ വായ്ക്കകത്ത് പോകുന്നതല്ല എന്ന് പറഞ്ഞ് അവിടെ പിന്നെയും പറയുക. അവിടെ പരീശന്മാര് ദേഷ്യപ്പെട്ടു, പരീശന്മാർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല എന്ന് ശിഷ്യന്മാര് പറയുന്നുണ്ട്. അതൊന്നും യേശു മൈൻഡ് ചെയ്യുന്നില്ല. പക്ഷെ യേശു പറയുന്ന ഒരു കാര്യമുണ്ട്, മത്തായി 15 18 തൊട്ട് 20 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിക്കണം. അവിടെ എങ്ങനെയാ പറയുന്നത്, എന്താണ് മനുഷ്യനെ അശുദ്ധമാക്കുന്നതെന്ന് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും.
മനുഷ്യന്റെ വായ്ക്കകത്തോട്ട് പോകുന്ന സാധനം അല്ല മനുഷ്യനെ അശുദ്ധമാക്കുന്നത്. മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് വെളിയിൽ വരുന്ന കാര്യങ്ങളാണ് മനുഷ്യനെ അശുദ്ധമാക്കുന്നത്. അപ്പം ഒരു വിശുദ്ധിയുള്ള ജീവിതം, ഞാൻ ഈ വിശുദ്ധി എന്ന് പറയുമ്പോൾ ഇത് ഉടനെ അതൊരു ഒരു ഒരു പ്രത്യേക സാധനം ആക്കണ്ട. ഞാൻ എപ്പോഴും പറയുന്ന പോലെ വളരെ സിമ്പിളാ. എൻ്റെ അപ്പന് ഇഷ്ടമുള്ളത് വിശുദ്ധി, എൻ്റെ അപ്പന് ഇഷ്ടമില്ലാത്തത് അശുദ്ധി, അത്രേ ഉള്ളൂ. അപ്പം ആ ആരാധന അപ്പോഴാണ് പവർഫുൾ. അപ്പൊ ആരാധനയുടെ ഭാഗമാണ് ആത്മാവിലും സത്യത്തിലും ആരാധിക്കുക. ലാസ്റ്റ് 5-ാമത്തെ കാര്യം പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. 5-ാമത്തെ കാര്യത്തിൽ ആരാധനയുടെ ഒരു ഭാഗമാണ് സ്തുതി. ഞാൻ മുന്നേ അത് പറഞ്ഞായിരുന്നു. പ്രൈസ് ഇസ് എ പാർട്ട് ഓഫ് വർഷിപ്പ്. ബട്ട് വർഷിപ്പ് അകത്താ ഉണ്ടാകുന്നത്. വർഷിപ്പ് ഈസ് എൻ ഇന്റേണൽ എൻഗേജ്മെന്റ് വിത്ത് ഗോഡ്. യേശുവുമായിട്ടുള്ള ഒരു പ്രണയ ബന്ധം. പ്രൈസ് ഇസ് എൻ എക്സ്റ്റേണൽ എക്സ്പ്രഷൻ. സ്തുതിക്കുന്നത്, പാടുന്നത്, കീർത്തനകൾ പറയുന്നത്, നന്ദി പറയുന്നത്, അതെല്ലാം എക്സ്റ്റേണൽ എക്സ്പ്രഷനാണ്. അപ്പൊ ആ പ്രൈസ് വർഷിപ്പിന്റെ ഭാഗം. അത് എപ്പോഴാ ഫിറ്റ് ആകുന്നത്, എവിടെയാ ഫിറ്റ് ആകുന്നത് എന്നും കൂടെ പറയാം. സങ്കീർത്തനം 33:1 പറയുന്നു, സ്തുതിക്കുന്നത് നേരുള്ളവർക്കും ഉചിതമല്ലോ. അപ്പൊ നേരോടെ നടക്കുന്നവന് അപ്പൻ ഒരു നന്മയും മുടക്കത്തില്ല എന്ന് നമ്മൾ സങ്കീർത്തനം 84:11 വായിച്ചിട്ടുണ്ട്. അപ്പം സ്തുതി ആർക്കാ ഉചിതം എന്ന് ചോദിച്ചാൽ നേരോടെ നടക്കുന്ന. ഏതാ നേരോടെ നടക്കുക എന്ന് പറഞ്ഞാൽ ദൈവവചനം അനുസരിച്ച് നടക്കുന്നതാണ് നേരോടെ നടക്കുക എന്ന് പറഞ്ഞാൽ. അപ്പൊ നേരോടെ നടക്കുന്നവന്, അവനെ സംബന്ധിച്ച് വചനം പറയാ സ്തുതി നേരുള്ളവർക്ക് ഉചിത. നേരുകേടുള്ളവർക്ക് സ്തുതിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് പിശാചിന് സ്തുതിക്കാൻ പറ്റാത്തത്, പിശാചിനെ ആരാധിക്കാൻ പറ്റത്തില്ല. ബിക്കോസ് അവനിൽ നേരില്ല. നേരില്ലാത്തവനവൻ. നേരില്ലാത്തവനായതുകൊണ്ട് അവൻ ഒരിക്കലും വർഷിപ്പ് ചെയ്യാൻ ഒക്കത്തില്ല, അവൻ ഒരിക്കലും സ്തുതിക്കാൻ ഒക്കത്തില്ല. എന്നാൽ നേരുള്ളവർക്ക് ഉചിതമാണ് സ്തുതി. നമ്മുടെ അപ്പം ഈ അഭിഷേകത്തിൽ നമ്മൾ നിറയുമ്പോൾ, അന്യഭാഷയിൽ നമ്മൾ നിറയുമ്പോൾ ഒക്കെ സ്തുതി ഇതിന്റെ ഭാഗമാണ്. അപ്പൊ ഞാൻ ഈ അന്യഭാഷയുടെ കാര്യവും അഭിഷേകത്തിൽ നിറയുക എന്നൊക്കെ പറയുമ്പോൾ തന്നെ 4-ാമത്തെ പോയിന്റിൽ ഞാൻ പറഞ്ഞ സത്യത്തിൽ നടക്കുന്ന കാര്യവും കൂടെ ചേർത്തിട്ടുള്ള കാര്യമായി പറയുന്നത്. ചിലർ ഇതിനെ സെപ്പറേറ്റ് ആക്കിയിരിക്കുക. അഭിഷേകം അത് കൈതട്ടുക, അന്യഭാഷ പറയുക, ഇത് ചെയ്യുക. ശരീരം, ജീവിതം അത് വേറൊരു വഴിക്ക്. ഇല്ലല്ലോ. ആ അഭിഷേകത്തിന്റെ ഉദ്ദേശം തന്നെ എൻ്റെ ശരീരത്തെ വചന അനുസരണം നടത്തുക എന്നുള്ളതാണ് ഈ അഭിഷേകത്തിന്റെ ഉദ്ദേശം തന്നെ. എപ്പോ അഭിഷേകം സെപ്പറേറ്റ്, ശരീരം വേറൊരു സെപ്പറേറ്റ് വഴിയാ പോകുന്നോ, ആ അഭിഷേകത്തെ നമ്മൾ ചെക്ക് ചെയ്യണം. നോ. അപ്പോസ്തലപ്രവൃത്തി 2:11 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ഈ നമ്മുടെ ഭാഷകളിൽ ദൈവത്തിന്റെ വൻ കാര്യങ്ങളെ പ്രസ്താവിക്കുന്നത് കേൾക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ അന്യഭാഷയിൽ നിറഞ്ഞ് നമ്മൾ ആരാധിക്കുമ്പോൾ അവിടെ നമ്മൾ പോലും അറിയാതെ ദൈവത്തിന്റെ വൻ ക്രിയകളെ നമ്മൾ വർണ്ണിക്കുക. അതൊരു സ്തുതിയാണ്. അപ്പൊ പ്രൈസിങ്ങിൽ അങ്ങനെ ഒരു ഭാഗമുണ്ട്. അന്യഭാഷയിൽ നിറഞ്ഞ് ആരാധിക്കുമ്പോൾ നമ്മൾ പോലും അറിയാതെ ദൈവത്തിന്റെ വൻ കാര്യങ്ങളെ നമ്മൾ പ്രസ്താവിക്കുക. അതുകൊണ്ട് വചനം ഇങ്ങനെ പറഞ്ഞ, അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ അവൻ മർമ്മങ്ങളെ സംസാരിക്കും. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ അവൻ മനുഷ്യരോടല്ല, അവൻ ദൈവത്തോടാ സംസാരിക്കും. അപ്പൊ അത് സ്തുതിക്കാനും ആരാധിക്കാനും അപ്പോൾ തന്നെ പ്രാർത്ഥിക്കാനും ഒക്കെ ഉള്ള ഒരു വലിയ ടൂളാണ് അന്യഭാഷ. അപ്പോൾ തന്നെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുന്ന വ്യക്തി, അഭിഷേകത്തിൽ നിറയപ്പെടുന്ന വ്യക്തി, അതാ ഞാൻ പറഞ്ഞ ഇന്റേണൽ എൻഗേജ്മെന്റിന്റെ എക്സ്പ്രഷനാണ് സ്തുതി. അതാണ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യത്തിൽ അത് ആംപ്ലിഫൈഡിൽ ഇങ്ങനെയാ പറയുന്നത്, സ്പീക്ക് ടു വൺ അനദർ ഇൻ സാംസ് ആൻഡ് ഹിംസ് ആൻഡ് സ്പിരിച്വൽ സോങ്സ്
ബ്രാക്കറ്റിൽ ഇട്ടിരിക്കുക, ഓഫറിംഗ് പ്രൈസ് ബൈ സിംഗിങ് ആൻഡ് മേക്കിംഗ് മെലഡി വിത്ത് യുവർ ഹാർട്ട് ടു ദ ലോർഡ്. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ സംസാരിക്കുകയും ആ ഹൃദയത്തിൽ ഒരു മെലഡി ദൈവത്തോട് പറയുകയും പാടുകയും ചെയ്യുന്നതാണ് ഉള്ളിലുള്ള അഭിഷേകത്തിന്റെ എക്സ്പ്രഷൻ. ഇത് എപ്പോഴാ? ഞായറാഴ്ച ചെയ്യുന്ന കാര്യമാണോ പറഞ്ഞിരിക്കുന്നത്? ഇല്ലില്ലില്ലില്ലില്ല. ഇത് ഞായറാഴ്ച സഭായോഗത്തിലോ അല്ലെ സഭ കൂടി വരുമ്പോഴോ ആദ്യത്തെ സെഷൻ നമ്മൾ ഒരു മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, വർഷിപ്പ്. അതിന്റെ കാര്യമല്ല ഈ പറയുന്നത്. എപ്പോഴെല്ലാം ഉള്ളിൽ യേശുവുമായിട്ട് ഒരു എൻഗേജ്മെന്റ് ഉണ്ടാകുന്നോ, അറിയാതെ വായിൽ നിന്ന് സങ്കീർത്തനങ്ങളും സ്തുതികളും ആത്മീക ഗീതങ്ങളും വരും. ഒരു മെലഡി ഉള്ളിൽ നിന്ന് വരുവാൻ തുടങ്ങും. ആ പ്രൈസ് വർഷിപ്പിന്റെ ഭാഗം. ആ പ്രൈസ് അകത്തുള്ള വർഷിപ്പിന്റെ എക്സ്പ്രഷൻ. അതാരും ഫോഴ്സ് ചെയ്യണ്ട. അപ്പം ഇന്ന് ഏത് പാട്ടാ പാടുന്നത്? ഇന്ന് ഈ പാട്ടാണോ പാടുന്നത്? ആ പാട്ടാണോ പാടുന്നത്? നോ 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 നോ. അഭിഷേകം ഉള്ളിൽ നിറയുന്നവന് അവൻ പോലും അറിയാതെ അവന്റെ വായിൽ നിന്ന് പുതിയ പുതിയ പാട്ടുകൾ വരും, പുതിയ പുതിയ മ്യൂസിക് വരും. അല്ലെങ്കിൽ പഴയ പാട്ടുകളിൽ നിന്നുള്ള വരികൾ കറക്റ്റായിട്ട് ഓരോന്ന് പരിശുദ്ധാത്മാവ് അകത്തിൽ നിന്ന് ഇങ്ങനെ എടുത്തു തരും. അതാ ഞാൻ പറഞ്ഞേ, praise is an external expression of the internal engagement with God. ഇന്ന് പറ്റുന്നത് പ്രൈസ് എന്ന് പറയുന്നത് ഒരു എക്സ്റ്റേണൽ വർഷിപ്പായിട്ട് നമ്മൾ കാണിച്ച് എങ്ങനെയെങ്കിലും ഇന്റേണലി എന്തെങ്കിലും ഒന്ന് മാറ്റം വരുത്താനാ നോക്കുന്നത്. വരത്തില്ല. ഞാൻ വീണ്ടും പറയാം, പ്രൈസ് ഈസ് എൻ എക്സ്റ്റേണൽ എക്സ്പ്രഷൻ. ഇത് വെളിയിലുള്ള ഒരു സൈനാണ്, ഉള്ളിലത്തെ ആരാധനയുടെ സൈനാണ് ആ സ്തുതി അഥവാ പ്രൈസ്. നൗ ഭാരമുള്ളപ്പോ, ആകുലതയുള്ളപ്പോ ആദ്യത്തെ കാര്യം നമ്മുടെ അകത്തെ എംബസി പൂട്ടിക്കിടക്കുക. അവിടെ അപ്പനുമായിട്ട് ഒരു ബന്ധവും ഇല്ല. അത് പൂട്ടിക്കിടക്കുന്ന സമയത്ത് ആരാധന വരത്തുമില്ല. അതുകൊണ്ട് ഭാരം, ആകുല ചിന്ത, ഇതെല്ലാം ആരാധനയ്ക്ക് വിരോധിയാണ്. ഒരിക്കലും നമ്മളെ ആരാധിക്കാൻ സമ്മതിക്കത്തില്ല. നമ്മള് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ട ശരീരത്തിൽ നമുക്കിങ്ങനെ കൈയൊക്കെ തട്ടി പാട്ടൊക്കെ പാടുന്ന പോലെ കണ്ണൊക്കെ അടച്ച് ലയിക്കുന്ന പോലെയൊക്കെ നമുക്ക് കാണിക്കാം. പക്ഷെ നമ്മുടെ അകത്ത് മനസാക്ഷി നമ്മളെ കള്ളാന്ന് വിളിക്കും. അതുകൊണ്ടാണ് ഭാരം, ആകുലത, വ്യാകുലത. അതുകൊണ്ടാണ് യേശു പറഞ്ഞ, നാളത്തെക്കുറിച്ച് നിങ്ങൾ ഭാരപ്പെടരുത്, നാളത്തെക്കുറിച്ച് നിങ്ങൾ ചിന്താകുലപ്പെടരുത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ, ഈ ആരാധനയുടെ എല്ലാ അടിസ്ഥാനം ഇരിക്കുന്ന സത്യത്തില്. സത്യം അനുസരിച്ച് നടക്കാൻ നമ്മൾ ഒരു തീരുമാനം എടുത്താൽ തന്നെ നമ്മുടെ ആരാധന പൊങ്ങാൻ തുടങ്ങും. ഞാൻ വീണ്ടും പറയാം, അഭിഷേകത്തിലുള്ള ആരാധന എന്നെ സത്യത്തിൽ നടത്തും. സത്യത്തിലുള്ള എൻ്റെ നടപ്പ് എൻ്റെ ആരാധനയെ താനേ ഇൻസ്റ്റിഗേറ്റ് ചെയ്യും. ആരാധന താനേ എൻ്റെ ഉള്ളിൽ നിന്ന് വരും. ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇത് ഇപ്പൊ ഞാൻ ഇത്രയും കാര്യം പറഞ്ഞത് ഒരു വർഷിപ്പർ, ഒരു ആരാധിക്കുന്ന വ്യക്തിയുടെ കാര്യത്തിൽ ഇത്രയും ഭാഗങ്ങളും ഉൾക്കൊള്ളുന്നതാണ് ഒരു ആരാധിക്കുന്ന വ്യക്തിയുടെ ആരാധന എന്ന് പറയുന്നത്. അപ്പൊ ഈ കാലത്ത് വർഷിപ്പ് ലീഡേഴ്സ് എന്നൊക്കെ പറഞ്ഞ ഒത്തിരി പേരുണ്ട് ആത്മീക ഗോളത്തിൽ. അപ്പൊ ഈ ഇത്രയും കാര്യമാണ് ഒരു വർഷിപ്പറുടെ ഭാഗം. ഇത്രയും കാര്യം ഉണ്ടെങ്കിൽ ഒരു വർഷിപ്പ് ലീഡർ ഈ ഇത്രയും കാര്യങ്ങൾക്കകത്ത് പുള്ളി ലീഡ് ചെയ്യുന്ന വ്യക്തിയായിരിക്കണം. അപ്പോഴാണ് യഥാർത്ഥത്തിൽ അങ്ങേര് വർഷിപ്പ് ലീഡർ ആകുന്നത്. വേറൊരു വിധത്തിൽ പറഞ്ഞ,
ഈ പറഞ്ഞ രീതിയിൽ വർഷിപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരാൾക്ക് മാത്രമേ വർഷിപ്പ് ചെയ്ത വേറൊരാളെ വർഷിപ്പിൽ ലീഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഇന്ന് നമ്മൾ വർഷിപ്പും വർഷിപ്പ് ലീഡറും എല്ലാത്തിനെയും വെച്ചിരിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് എന്ന് വെച്ചാൽ പാട്ട് പാടുക, ആരാധന. പക്ഷെ അതിനകത്ത് ഇത്രയും കാര്യങ്ങൾ എനിക്കിത് ഫുള്ള് തിരിച്ച് സമ്മപ്പ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, സമയമായത്. ഈ മെസ്സേജ് നിങ്ങൾ ഒരു 10, 20, 30 പ്രാവശ്യം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും യഥാർത്ഥ ആരാധനയുടെ വലിപ്പം. യഥാർത്ഥ ആരാധന പവർഫുൾ ആണോ? വളരെ പവർഫുൾ ആണ്. അതുകൊണ്ടാണ് പൗലൂസും ശീലാസും അവര് തടവറയിൽ ഇട്ടപ്പോൾ അവര് അവിടെ സ്തുതിച്ചു പാടിയെന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇപ്പം ഈ ഇത്ര നേരം കേട്ടതിൽ നിന്ന് നിങ്ങൾ മനസ്സിലായിക്കോണം, ജയിലിൽ കിടക്കുന്ന ഒരാൾക്ക് എങ്ങനെ സ്തുതിക്കാൻ പറ്റും? ഇന്റേണൽ എൻഗേജ്മെന്റ് വിത്ത് ഗോഡ്. അവരുടെ ഉള്ളിലുള്ള അപ്പനുമായിട്ടുള്ള പ്രണയബന്ധമാണ് ആമത്തിൽ കാല് കെട്ടിയിട്ടിരിക്കുക, അനങ്ങാൻ മേല, എല്ലാം കൈയും കാലും എല്ലാം കെട്ടിവെച്ചിരിക്കുക. പക്ഷേ അകത്ത്, ഈ മന്ദിരത്തിനകത്ത് അവർക്ക് യേശുവുമായിട്ടുള്ള പ്രണയ ബന്ധത്തിന്റെ റിഫ്ലക്ഷനാണ് രാത്രിയിൽ അവര് പാട്ട് പാടാൻ തുടങ്ങിയത്, സ്തുതിക്കാൻ തുടങ്ങിയത്. എന്താ സംഭവിച്ച പ്രിയപ്പെട്ടവരെ? ആ കാരാഗ്രഹത്തിന്റെ അടിത്തറകൾ മുഴുവൻ ഇളകി. പൗലൂസിന്റെയും ശീലാസിന്റെയും ആരാധനയെ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ 5 കാര്യങ്ങളിൽ നിങ്ങളൊന്ന് വിലയിരുത്തി നോക്കിയേ. അവരതിനകത്ത് എല്ലാത്തിനകത്തും ഉണ്ട്. ഏറ്റവും വിലപ്പെട്ടത് അവര് ദൈവത്തിന് കൊടുത്തു. അവരുടെ സമയം ഉൾപ്പെടെ എല്ലാം ഏറ്റവും വിലപ്പെട്ടത്. അവരുടെ ജീവിതത്തിൽ അവർ സത്യത്തിൽ നടക്കുന്നു. അവരുടെ ജീവിതത്തിൽ അവർ ആത്മാവിൽ ആരാധിക്കുന്നു. ഇതെല്ലാം കൂടെ ചേർന്നപ്പോൾ, അവരുടെ സ്തുതി വായിൽ നിന്ന് ഉയരാൻ തുടങ്ങിയപ്പോൾ, look at how powerful worship is. ആ കാരാഗ്രഹത്തിന്റെ അടിത്തറ തന്നെ ഇളകി, ചങ്ങലകൾ പൊട്ടി. പക്ഷെ അതിന്റെ കാരണം ഇന്ന് നമ്മൾ കേട്ട ഈ എല്ലാ കാര്യത്തിനകത്തും അവര് നാവുകൊണ്ടല്ല ആരാധിച്ചേ, അവര് ഹൃദയം കൊണ്ട് ആരാധിച്ചു. ബിക്കോസ് നമുക്കറിയാം, ജയിലിൽ ഇങ്ങനെ അടി മേടിച്ച് കിടക്കുന്ന ഒരു വ്യക്തി എങ്ങനെ പാട്ട് പാടാൻ സാധിക്കും? ഇല്ല. They had an internal engagement with Jesus Christ. യേശു ക്രിസ്തുവുമായിട്ട് ഒരു പ്രണയബന്ധം ഉള്ളിൽ ഉണ്ടാകുന്ന ആരാധന. അത് ജീവിതത്തിലെ സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്നതല്ല. അതുണ്ടായാൽ ജയിലിലാണേലും അവൻ സ്തുതിക്കും. സ്തുതി വെളിയിലുള്ള റിഫ്ലക്ഷൻ ആരാധനയുടെ. അങ്ങനെ അകത്ത് ആരാധനയും വെളിയിൽ സ്തുതിയുമുള്ള ഒരു വ്യക്തിയുടെ ആരാധന ഈസ് സോ പവർഫുൾ. ഒരു ചങ്ങലയ്ക്കും അവര് മാത്രമല്ല വിടുതലായത്, ആ ജയിലിലുള്ള മുഴുവൻ പേരുടെ ചങ്ങലയും പൊട്ടി. അവിടെയുള്ള എല്ലാ കാരാഗ്രഹവാതിലുകളും തുറന്നു. അത്രയും പവർഫുൾ ആ പ്രിയപ്പെട്ടവരെ ആരാധന എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആഗ്രഹിക്കണം, നമ്മൾ പ്രാർത്ഥിക്കണം, അപ്പാ എനിക്ക് ആത്മാവിലും സത്യത്തിലും നിന്നെ ആരാധിക്കണം. എനിക്ക് എൻ്റെ ഏറ്റവും വിലപ്പെട്ടത് നിനക്ക് കൊടുത്തുകൊണ്ട് ആരാധിക്കണം. അഭിഷേകത്തിൽ നിറഞ്ഞ് എനിക്ക് നിന്നെ ആരാധിക്കണം. എൻ്റെ ഉള്ളിലുള്ള ആരാധനയുടെ റിഫ്ലക്ഷൻ ആയിരിക്കണം എൻ്റെ വെളിയിൽ, എൻ്റെ വായിൽ നിന്നുണ്ടാകുന്ന സ്തുതി. നമ്മളിങ്ങനെ ആഗ്രഹിക്കുമെങ്കിൽ പരിശുദ്ധാത്മാവ് നമുക്കത് നൽകും. അതൊരു വലിയ പ്രിവിലേജാണ്. ഇറ്റ്സ് എ ബിഗ് പ്രിവിലേജ്. നമ്മൾ ഇന്ന് കേട്ടതുപോലെ ആ മുട്ടുകുത്തുന്നതിൽ പോലും എത്രമാത്രം പവറാണുള്ളത്. ആ ലഘുവൻ ബാധിച്ചവന് വേറെ ഒന്നും പ്രാർത്ഥിക്കാൻ സാധിച്ചില്ല. പക്ഷെ അവൻ മുട്ടുകുത്തിയപ്പോൾ തന്നെ അവന്റെ ജീവിതത്തിലുണ്ടായ വലിയ വിടുതൽ ഇതിനെ ഓർത്ത് എത്രയും വലിയ വിടുതൽ കാണും. പൗലൂസും ശീലാസും കാരാഗ്രഹത്തിൽ ആരാധിച്ചപ്പോൾ ആ വിടുതൽ എന്നാ വലിയ വിടുതൽ, എന്നാ വലിയ ദൈവശക്തിയാ അവിടെ ഇറങ്ങുന്നത്. ആരാധിക്കുന്നിടത്തെല്ലാം ദൈവശക്തി ഇറങ്ങും. ആരാധിക്കുന്നിടത്തെല്ലാം ദൈവത്തിന്റെ പവർ വ്യാപരിക്കും.
വിടുതലുകൾ ഉണ്ടാകും. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമുക്കൊന്ന് കൊതിക്കാം, നമുക്കൊന്ന് ആഗ്രഹിക്കാം. മാനുഷികമായി നമുക്ക് ഒത്തിരി വീഴ്ചകൾ കാണും, പക്ഷെ പരിശുദ്ധാത്മാവ് എന്ന സഹായകൻ അതിനാ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. ഇന്ന് കേട്ട ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ, യേശുവെ, എനിക്ക് അങ്ങേ ആരാധിക്കുവാൻ എന്നെ ഒന്ന് സഹായിക്കണമേ, എന്നെ ഒരു സത്യ നമസ്കാരി ആക്കണമേ, എന്നെ ഒരു ട്രൂ വർഷിപ്പർ ആക്കണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.